അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ അറബിക് ലാംഗ്വേജ് ലേണിംഗ് ക്ലാസ്സിൻ്റെ 15ാമത്തെ ക്ലാസ്സാണ് ഇന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ കാലക്രിയയെക്കുറിച്ച് പഠിച്ചു, ഫിഅലുൽ മാളി. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അൽ ഫിഅലുൽ മുളാരി, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ ടെൻസ് അഥവാ വർത്തമാന ഭാവി കാലക്രിയയെക്കുറിച്ചാണ്. ഇതിന് ഫിഅലുൽ മുളാരി എന്നാണ് അറബിയിൽ പറയുന്നത്. വർത്തമാനകാലത്തോ ഭാവി കാലത്തോ ഒരു ക്രിയ സംഭവിക്കുന്നതിനെക്കുറിച്ചാണ് അൽ ഫിഅലുൽ മുളാരി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഫിഅലുൽ മുളാരി ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഫഅല ആണല്ലോ നമ്മളുടെ ഒരു അടിസ്ഥാന ക്രിയ. ആ ഫഅല എന്നെടുത്താൽ അത് ആ കഴിഞ്ഞ കാലക്രിയയെ വർത്തമാനകാലക്രിയ ആക്കണമെങ്കിൽ അതിൻ്റെ മുമ്പിൽ അലിഫ് താ യാ നൂന്, അലിഫ് താ യാ നൂന്, ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് മുമ്പിൽ കൊണ്ടുവരാം. യാ വെച്ചാൽ അത് തേർഡ് പേഴ്സണാണ് വരിക. താ മിക്കവാറും സെക്കൻഡ് പേഴ്സണാണ്, എല്ലാവരും ഒന്ന് രണ്ടെണ്ണം വരുന്നുണ്ട്. അലിഫ് ഫസ്റ്റ് പേഴ്സൺ ഞാൻ എന്നുള്ളതിനും ന എന്നുള്ളത് ഞങ്ങൾ എന്നുള്ളതിനും ആണ് വരുന്നത്. അത് ശ്രദ്ധിക്കേണ്ടത്, ഫഅല എന്നുള്ളതിന് മുമ്പിൽ യാ എന്നുള്ള മുളാരിയാക്കാനുള്ള അക്ഷരം വെച്ചിട്ട് കഴിഞ്ഞ കാലക്രിയേൻ്റെ ആദ്യ അക്ഷരമായ ഫാക്ക് സുക്കൂൻ കൊടുക്കണം, എഫ് എന്നാക്കണം. അവസാനത്തെ അക്ഷരത്തിന് ലമ്മും കൊടുക്കണം, എഫ് അലു. ഇവിടെ ഉദാഹരണം കൊടുത്തിന് ഫഅല എന്നുള്ളത് എഫ് അലു ആയത് എങ്ങനെയാണ്? യാ എന്നുള്ള മുളാരിയാക്കാനുള്ള ലെറ്റർ അവിടെ കൊണ്ടുവന്നു, ഫാക്ക് സുക്കൂൻ കൊടുത്തു, അവസാനം ലമ്മു കൊടുത്തു. ഇങ്ങനെയാണ് എല്ലാ ക്രിയയിലും ചെയ്യേണ്ടത്. ഇപ്പോൾ എഫ് അലു എന്ന് പറയുമ്പോൾ അവൻ ഒരു പുരുഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യും, ഹി എ മാൻ ഡസ്, അല്ലെങ്കിൽ ഈസ് ഡൂയിങ്, അല്ലെങ്കിൽ വിൽ ഡു, ഇതിനൊക്കെ ഇത് പറയും. അപ്പോൾ വർത്തമാന കാലക്രിയക്കും വരാൻ പോകുന്ന കാലക്രിയക്കും ഒരേ മുളാരിയാണ്. പിന്നെ അതെങ്ങനെ മനസ്സിലാകാൻ ചോദിച്ചാൽ ഓരോ സെൻറ്റൻസിൽ അത് വരുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് മനസ്സിലാകുക. അതിന് പുറമെ നമുക്ക് ഡെഫിനിറ്റായിട്ട് ഫ്യൂച്ചർ ടെൻസ് ഭാവി കാലം മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ മുളാരിയായ ക്രിയയുടെ മുമ്പിൽ സായോ സൗഫയോ വെച്ചാൽ മാത്രം മതി. എന്നാൽ പിന്നെ അവിടെ പ്രസൻറ്റ് ടെൻസ് ഉദ്ദേശിക്കില്ല, ഫ്യൂച്ചർ ടെൻസ് മാത്രമേ ഉദ്ദേശിക്കുള്ളൂ. ഇൻഷാ അല്ലാഹ് അത് നമ്മളോട് ക്ലാസ്സിൽ അത് വരും, അതുകൊണ്ട് അതിവിടെ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കാനുള്ളത് ഇതും അൽ ഫിഅലുൽ മുളാരിഉൽ ഗായിബ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ ടെൻസ് ഫോർ തേർഡ് പേഴ്സൺ. ഇതിനെ നമുക്ക് മൂന്നായി വായിക്കാം. തേർഡ് പേഴ്സൻ്റെ പ്രസൻറ്റ് ടെൻസ്, സെക്കൻഡ് പേഴ്സൻ്റെ മുളാരി, അതേമാതിരി ഫസ്റ്റ് പേഴ്സൻ്റെ മുളാരി. അതിൽ ഇന്ന് എടുക്കുന്നത് തേർഡ് പേഴ്സൻ്റെ മുളാരിയാണ്. അൽ ഫിഅലുൽ മുളാരിഉൽ ഗായിബ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ ടെൻസ് ഫോർ തേർഡ് പേഴ്സൺ. ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് ചോദിച്ചാൽ, മുളാരിയായ ക്രിയനോട് ഗായിബ് അഥവാ തേർഡ് പേഴ്സൻ്റെ സർവനാമങ്ങളായി നമ്മൾ പഠിച്ച ഹുവ, ഹുമാ, ഹും, ഹിയ, ഹുമാ, ഹുന്ന ഇത് ചേർത്താൽ മതി. ഇത് ചേർത്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിന് ഖുർആനിൽ നിന്ന് വന്ന ഉദാഹരണങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത് നോക്കുക, യഫ്അലു മോഡൽ വന്നതാണ്. യഖ്ലുഖു, ഖലഖ നമ്മൾ ആദ്യമേ പഠിച്ചൊരു വേർഡാണ്. ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു. അതിന് നമ്മൾ പ്രസൻറ്റ് ടെൻസ് ആക്കണമെങ്കിൽ മുമ്പിൽ നോർമലിൽ പ്രസൻറ്റ് ആക്കുമ്പോൾ യാ ആണ് വെക്കുക. യാ വെച്ചു, പിന്നെ ഖ എന്നുള്ള അതിൻ്റെ ആദ്യ അക്ഷരത്തിന് ലമ്മ് കൊടുത്തു, യഹ്. അവസാനം എന്ത് ചെയ്തു? ലമ്മ് കൊടുത്തു, യഖ്ലുഖു. യഖ്ലുഖു എന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടിക്കുന്നു. അത് മെയിലാണ്, സിംഗുലറാണ്. യഖ്ലുഖു പ്ലസ് ഹുവയാണ് യഖ്ലുഖു. യഖ്ലുഖു എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ ഒരു ഹുവ എന്നുള്ള സർവനാമം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നൂറിലെ 45ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, യഖ്ലുഖുല്ലാഹു മാ യശാ. യഖ്ലുഖു സൃഷ്ടിക്കുന്നു, ക്രിയ പറഞ്ഞാൽ കർത്താവ് പറയണം, അല്ലാഹു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു എന്നാണ്. നൂറിൽ അതിനു മുമ്പിൽ പറഞ്ഞത് 2 കാലിൽ നടക്കുന്ന ജീവജാലങ്ങളെ അള്ളാഹ് സൃഷ്ടിച്ചിട്ടുണ്ട്. മനുഷ്യൻ പോലെ 4 കാലിൽ നടക്കുന്നതുണ്ട്,
അള്ളാഹ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അള്ളാഹ് സൃഷ്ടിക്കുന്നു എന്ന്. അവിടെ യഖ്ലുഖു സൃഷ്ടിക്കുന്നു പ്രസന്റ് ടെൻസ് ആണ്. അള്ളാഹു മാ ഒന്ന് യശാഉ അവൻ ഉദ്ദേശിക്കുന്നത്. ഇനി അതിന് ഡബിളാക്കൽ എങ്ങനെയാണ്? അതിന് ഉദാഹരണം കൊടുക്കുന്ന രണ്ടാമത്തത് യഉക്കുലു എന്നാണ്. അക്കലയാണ് അതിൻ്റെ പാസ്റ്റ് ടെൻസ്. ഒരു ക്രിയ കിട്ടിയാൽ അതിൻ്റെ പാസ്റ്റ് പ്രസൻറ്റ് പറയാൻ നമ്മൾ പഠിക്കണം. അക്കലയാണ് പാസ്റ്റ്. യഉക്കുലു യാ വെച്ചു, രണ്ടാമത്തേന് നമ്മൾ എന്ത് ചെയ്തു? സുക്കൂന് കൊടുത്തു, അവസാനം ലമ്മ് കൊടുത്തു. യഉക്കുലു തിന്നുന്നു. അതിൽ ഹുമ വെക്കുമ്പോൾ ആ ക്രിയനോട് ഒരു അലിഫും നൂനും ആഡ് ചെയ്യണം, അലിഫും നൂനും ചേർക്കണം. യഉക്കുലു യഉക്കുലാനി എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേർ ഭക്ഷണം കഴിക്കുന്നു, അവർ രണ്ടുപേർ ഭക്ഷണം കഴിക്കുന്നു എന്നാണ്. അത് മെയിലാണ്, അത് ഡബിളാണ്, രണ്ടാളാണ്. 5-ാം അധ്യായം സൂറത്ത് മാഇദയിലെ 75-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, വഉമ്മുഹു സിദ്ദീഖ കാനാ യഅകുലാനി തആം. അപ്പോൾ ഇത് ഈസാ നബിയെക്കുറിച്ച് പറയുന്നതാണ്. ഈസാ നബി മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകനാണ്. ഈസാ നബിയുടെ ഉമ്മയായ മറിയം ബീബി സിദ്ദീഖത്താണ്. അവരൊക്കെ മനുഷ്യരാണ്, അത് ദൈവത്തിലേക്ക് ഉയർത്താൻ പാടില്ല. കാന അവർ രണ്ടുപേരുമായിരുന്നു. കാന യഅകുലാനി അവർ രണ്ടുപേരും ഭക്ഷിക്കുന്നവരായിരുന്നു. അത്തആമ ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു. അപ്പം സാധാരണ മനുഷ്യരാണെന്ന് പറയാൻ കണ്ടിട്ടാണ്. അപ്പോൾ യഅകുലാനി രണ്ടുപേർ കേട്ടോ. അത് മെയിലിനാണ് ഉപയോഗിക്കുക. ഒരു മെയിലും ഒരു ഫീമെയിലും ആണെങ്കിൽ, ഇവിടെ അങ്ങനെയാണ്, ഒരു മെയിലും ഒരു ഫീമെയിലും ആണെങ്കിലും പിന്നെന്താ മെയിലിൻ്റെതാണ് ഉപയോഗിക്കുക. 2 സ്ത്രീകൾ മാത്രമാകുമ്പോഴാണ് ഫീമെയിലിൻ്റെ ഡബിൾ ഉപയോഗിക്കുക. അപ്പോൾ യഅകുലു യഅകുലാനി. ഓക്കെ. ഇനി അതിൻ്റെ പ്ലൂരൽ, മെയിലിൻ്റെ പ്ലൂരൽ, അതിൽ യഅകുലുവിൻ്റെ കൂടെ ഹും എന്നുള്ള സർവനാമം ചേരുകയാണ്. യഅകുലു പ്ലസ് ഹും എന്നുള്ള സർവനാമം ചേരുമ്പോൾ യഅകുലൂന പ്രസന്റ് ടെൻസിനോട് വാവും നൂനും ആഡ് ചെയ്ത് വരും. യഅകുലു യഅകുലാനി യഅകുലൂന അവർ തിന്നുന്നു. അർത്ഥം എന്താണ്? അവർ തിന്നുന്നു. മലയാളത്തിൽ 2 സെൻറ്റൻസ് എഴുതണം, ഇംഗ്ലീഷിലും 2 സെൻറ്റൻസ് എഴുതണം. ദേ ആർ ഈറ്റിംഗ്. എന്നാൽ അറബിയിൽ ഒരു യഅകുലൂന പറഞ്ഞാൽ മതി. കാരണം ആ ക്രിയൻ്റെ ഉള്ളിൽ ക്രിയയുമുണ്ട്, ക്രിയ അതേമാതിരി അതിൻ്റെ കർത്താവ് ആയ സർവനാമവും അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അത്രയും ഷോർട്ടായിട്ടാണ് അറബി ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് സൂറത്ത് നിസാ 4-ാം അധ്യായം നിസായിലെ 10-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമാ ദുൽമാ ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറാ. തീർച്ചയായും അനാഥകളുടെ സമ്പത്ത് അക്രമമായി ഭക്ഷിക്കുന്ന ആളുകൾ അവരുടെ വയറ്റുകളിൽ അവർ നിറക്കുന്നത് എന്താണ്? തീയാണ് എന്നാണ്. ഇത്രയും ഗൗരവമുള്ളൊരു വിഷയമാണ്. അവിടെ 2 സ്ഥലത്ത് യഅകുലൂന വന്നു. ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമാ ദുൽമൻ ഇന്നമാ യഅകുലൂന അവർ തിന്നുന്നു. യഅകുലൂന എടോ, യഅകുലു യഅകുലാനി യഅകുലൂന. ഇനി ഇത് മെയിൽ 3 കഴിഞ്ഞു. ഇനി ഫീമെയിൽ 3 നോക്കാം. 4-ാമത്തത് ഫീമെയിൽ സിംഗുലറാണ്. യഹ്മിലു വഹിക്കുന്നു എന്നാണ്. ഹമല വഹിച്ചു, യഹ്മിലു വഹിക്കുന്നു. അത് പ്ലസ് ഹിയ അവൾ വഹിക്കുന്നു എന്ന് പറയുമ്പോൾ യാ മാറ്റി ആദ്യത്തിൽ ത ആണ് വരിക. ഫീമെയിൽ ആകുമ്പം ത ആണ് വരിക. തഹ്മിലു എന്ന് പറഞ്ഞാൽ അവൾ വഹിക്കുന്നു. ഫീമെയിലാണ്, സിംഗുലറാണ്. മറിയം ബീവിയെക്കുറിച്ച് സൂറത്ത് മറിയമിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഫഅതത് ബിഹി ഖൗമഹാ തഹ്മിലുഹു 19-ാം അധ്യായം മറിയമിൽ 27-ാം വചനം. ആ കുഞ്ഞിനെയുമായിട്ട്, പിതാവില്ലാതെ ജനിക്കപ്പെട്ട ഈസാ നബിയുമായിട്ട് അവൾ വന്നു. ഖൗമഹ തൻ്റെ ജനതയുടെ അടുത്തേക്ക്. തഹ്മിലു വഹിക്കുന്നു, അവൾ വഹിക്കുന്നു. ഹു എന്നുള്ളത് നിങ്ങൾക്കറിയാം, ഹുവ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. ആ കുഞ്ഞിനെ, അതിനെ എന്നുള്ളതാണ്. അത് ക്രിയയിൽ ആ സെൻറ്റൻസിൽ അത് ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്താണ്. അവൾ വഹിക്കുന്നു ആരെ? ഈസാ നബിയെ. ഹു ഈസാ നബിയിലേക്കാണ് പോകുന്നത്. ഈസാ നബിയെയും വഹിച്ചുകൊണ്ട് അവർ വന്നു. തഹ്മിലു പ്ലസ് ഹു എന്നുള്ളത് വേറൊരു വാക്കാണ്. അപ്പോൾ തഹ്മിലു ആണ് നമ്മളെ വിഷയം. തഹ്മിലു അവൾ വഹിക്കുന്നു, ഹു ഈസാ നബിയെ വഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ കുട്ടിയെ എടുത്തുകൊണ്ട് വന്നു എന്നാണ്. അപ്പോൾ ഫീമെയിൽ സിംഗുലറായി. ഇനി ഫീമെയിൽ ഡബിൾ, 2 സ്ത്രീകൾ പോകുന്നു. ഫീമെയിൽ ഡബിൾ 2 സ്ത്രീകൾ പോകുന്നു. അത് ഖുർആനിൽ നിന്ന് ഉദാഹരണം അല്ല, സാധാരണ ഉദാഹരണം പറയാണ്. ആയിഷത്തു വ ഫാത്തിമത്തു തദ്ഹബാനി ഇലൽ മദ്രസ. ആയിഷയും ഫാത്തിമയും തദ്ഹബു
തദ്ഹബാനി അവർ രണ്ടുപേരും പോകുന്നു. അപ്പോൾ രണ്ടാൾ ഫീമെയിൽ ആകുമ്പോൾ യാ മാറിയിട്ട് താ വരുമെന്ന് മനസ്സിലാക്കുക. ലാസ്റ്റ് ഒരു അലിഫുൻ നൂനും ആഡ് ചെയ്യും. ഡബിളിലൊക്കെ അലിഫുൻ നൂനും ആഡ് ചെയ്ത് വരും. ഐഷയും ഫാത്തിമയും സ്കൂളിലേക്ക് പോകുന്നു. ഒരു മെയിലും ഒരു ഫീമെയിലും ആണെങ്കിൽ യദ്ഹബാനി എന്നാണ് പറയുക. രണ്ട് ഫീമെയിൽ മാത്രമാണെങ്കിൽ തദ്ഹബാനി എന്ന് പറയും. ഇനി ഫീമെയിൽ പ്ലൂറലാണ്, കുറേ സ്ത്രീകൾ. പ്രസൻറ്റ് ടെൻസിൽ യഹ്ഫളു സൂക്ഷിക്കുന്നു പ്ലസ് ഹുന്ന, ഫീമെയിൽ പ്ലൂറലിൻ്റെ സർവനാമം ഹുന്നയാണ്. അപ്പോൾ യഹ്ഫളു പ്ലസ് ഹുന്ന, യഹ്ഫളിന അവർ സ്ത്രീകൾ സൂക്ഷിക്കുന്നു, അവർ സ്ത്രീകൾ സൂക്ഷിക്കുന്നു എന്നാണ് യഹ്ഫളിന. അപ്പോൾ അതെങ്ങനെ ഉണ്ടായത്? യഹ്ഫളിന യഹ്ഫളിന ഇതിൽ ആഡ് ചെയ്ത് വരുന്ന വേർഡ് പ്ലസ് നായാണ് ലാസ്റ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് യഹ്ഫളു ലു എന്നുള്ളതിന് സുക്കൂൻ കൊടുക്കണം. യഹ്ഫൾ ആ ക്രിയൻ്റെ അവസാനം സുക്കൂൻ കൊടുത്തിട്ട് ഹുന്നക്ക് പകരം വെറും ഒരു ന എന്ന് ചേർക്കുകയാണ്. യഹ്ഫളു പ്ലസ് ഹുന്ന യഹ്ഫളിന. അത് കുറച്ച് ഒന്ന് പ്രയാസമുള്ളൊരു വേർഡാണ്, വാക്കാണ്, അത് മനസ്സിലാക്കാൻ. ഹുന്നക്ക് പകരം ക്രിയൻ്റെ ലാസ്റ്റ് ന ജോയിൻ്റ് ആകും. വർത്തമാനകാല ക്രിയൻ്റെ ലാസ്റ്റ് ന എന്നാണ് ജോയിൻ്റ് ആകുന്നത്. യഹ്ഫളിന. 24-ാം അധ്യായം സൂറത്ത് നൂറിലെ 31-ാം വചനത്തിലുണ്ട് وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن وقل للمؤمنات സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പറയണം. ഒരു സ്ത്രീയല്ല, കുറേ സ്ത്രീകളുണ്ട്. യഗ്ളു അതും ഈ മോഡൽ വരുന്നതാണ്. യഗ്ളു എന്നാണ്. യഗ്ളുന ഡബിൾ ആകുമ്പോൾ യഗ്ളു സദ്ദുള്ള ലാ ആകുമ്പോൾ രണ്ട് ലായാണത്. അത് കെട്ടയച്ച് രണ്ടെണ്ണാക്കി. യഗ്ളുന അവർ താഴ്ത്തിക്കൊള്ളട്ടെ. മിൻ അബ്സാരി ഹിന്ന അവരുടെ ഹിന്ന ഉണ്ടല്ല, ഹിന്ന അവിടെ വന്നു, അവരുടെ കണ്ണുകളെ. യഹ്ഫളിന കേട്ടോ, ഹഫില യഹ്ഫളു ഹഫിലയാണ്. അത് മുളാരിയാക്കുമ്പോൾ യാ വെക്കും. യാ വെച്ചിട്ട് ആദ്യ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യും യഹ്, പിന്നെ അവസാനത്തെ അക്ഷരത്തിന് ഇവിടെ സുക്കൂൻ ചെയ്യണം യഹ്ഫളു ല്, പിന്നെ ഒരു ന ആഡ് ചെയ്യുന്നു. ഫുറൂജഹുന്ന അവരുടെ ഗുഹ്യാവയവങ്ങളെ. അപ്പോൾ ഇതിൻ്റെ രൂപം നിങ്ങൾ നോക്കുക. താഴത്തെ അതിൻ്റെ കോളം കൊടുത്തെന്ന് മെയിലിന് 3 എണ്ണം ഫീമെയിലിന് 3 എണ്ണമാണ്. യഫ്അലു എന്ന് പറഞ്ഞാൽ പ്ലസ് ഹുവയാണ്, അവൻ ചെയ്യുന്നു. അത് ഡബിളാക്കുമ്പോൾ ഒരു അലിഫുൻ നൂനും ആഡ് ചെയ്യുക. യഫ്അലാനി അവർ 2 പുരുഷന്മാർ അല്ലെങ്കിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും ചെയ്യുന്നു. യഫ്അലൂന പ്ലസ് ഹുമാണ് അവർ ചെയ്യുന്നു, മെയിൽ പ്ലൂരലാണ്. പിന്നെ മുഅന്നസ് ആകുമ്പം തഫ്അലു ആടോ യാ മാറി തായ് അവൾ ചെയ്യുന്നു. തഫ്അലാനി 2 സ്ത്രീകൾ ചെയ്യുന്നു. പിന്നെ കുറേ സ്ത്രീകൾ ചെയ്യുമ്പോൾ താ അല്ല ആദ്യം വരുന്നത് യായാണ് കേട്ടോ. യഫ്അൽന അവർ കുറേ സ്ത്രീകൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഗ്രാമർ പഠിക്കാൻ വേണ്ടി ഈ ബേസിക് വേർഡായ യഫ്അലോട് കാണാൻ പഠിക്കലാണ്. യഫ്അലു യഫ്അലാനി യഫ്അലൂന തഫ്അലു തഫ്അലാനി യഫ്അൽന. ഈ മോഡൽ നമുക്ക് ഏത് ഒരു ക്രിയേനെയും നമുക്ക് ഈ മോഡലിൽ പറയാൻ കഴിയണമെന്ന്. അപ്പോൾ യഅ്കുലു ആണെങ്കിൽ യഅ്കുലു യഅ്കുലാനി യഅ്കുലൂന തഅ്കുലു തഅ്കുലാനി യഅ്കുൽന ഇങ്ങനെ നമുക്ക് പറയാൻ കഴിയണം. യഖ്ലുഖാണെങ്കിൽ യഖ്ലുഖു യഖ്ലുഖാനി യഖ്ലുഖൂന തഖ്ലുഖു തഖ്ലുഖാനി യഖ്ലുഖ്ന. ലാസ്റ്റ് പറഞ്ഞത് താ അല്ല യാ ഫസ്റ്റിൽ വരും. ലാസ്റ്റ് ക്രിയൻ്റെ ലാസ്റ്റ് സുക്കൂൻ ചെയ്യണം. യഖ്ലുഖ്ന. അപ്പോൾ ഇങ്ങനെ അത് പറഞ്ഞാൽ പഠിക്കുക. അത് ഗ്രാമറിലൊരു ഇതാണ്. ഇപ്പോൾ ഖുർആനിൽ പ്രസൻറ്റ് ടെൻസ് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. പിന്നെ ഇതിനെ ഹോംവർക്ക് കൊടുക്കാൻ ഇവിടെ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ 9ാം ക്ലാസ്സിൽ പറഞ്ഞിരുന്ന ദഖല ലറബ എന്നുള്ള ഈ ക്രിയയുടെ മുളാരിൻ്റെ 6 രൂപം, ദഖലയുടെ 6 രൂപവും ലറബയുടെ 6 രൂപവും. അങ്ങനെ യഫ്അലു യഫ്അലാനി യഫ്അലൂന തഫ്അലു തഫ്അലാനി യഫ്അൽന മാതിരി ദഖല പറയാം, ലറബയും പറയാം. പറയല്ല, നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതുക. ഗ്രാമർ നോട്ട് ബുക്കിൽ എഴുതിയിട്ട് ഇൻഷാ അല്ലാഹ് ശരിയായ ഉത്തരം അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയും. പിന്നെ ഒരു ക്രിയ കിട്ടിയാൽ അതിൻ്റെ പാസ്റ്റും പ്രസൻറ്റും നമുക്ക് പറയുവാൻ കഴിയണം. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ഹോംവർക്ക് തന്നിരുന്നു. അത് അർക്കത്തിടാത്താവത് വായിക്കാൻ പഠിക്കാനുള്ള ഒരു എക്സസൈസ് ആയിരുന്നു. 2 ഹോംവർക്ക് ഉണ്ടായിരുന്നു. റൈറ്റ് പാസ്റ്റ് വെർബ് ഫസ്റ്റ് പേഴ്സൺ ഫോം ഓഫ് ദഖല ലറബ. അത് നമ്മൾ എഴുതണം. ദഖലിൻ്റെ അതെങ്ങനെയാണ് വരിക? ദഖൽതു എന്ന് പറയണം. പിന്നെ നഹ്നു വെക്കുമ്പോൾ ദഖൽന. ലറബൻ്റെ എങ്ങനെയാണ് പറയുക? ലറബ്തു ലറബ്ന എന്നാണ് അതിൻ്റെ ആൻസർ.
ദഖൽത്തു ദഖൽന, ലറബത്തു ലറബന. പിന്നെ ഹർക്കത്തില്ലാത്ത വായിക്കാൻ പറഞ്ഞു. അത് അക്കല എന്നുള്ളത് വെർബാണ്. വലതു എന്നുള്ള അതിൻ്റെ സബ്ജക്റ്റ് ആകുമ്പോൾ അവസാനത്തെ അക്ഷരത്തിന് ലമ്മ് കൊടുക്കണം. അക്കലൽ വലതു ഫായിലിന് ലമ്മാണ്. മൗസ് എന്നുള്ളത് അതിൻ്റെ മഫൂൽ ബിഹിയാണ്, അതിന് ഫത്ഹാണ്, മൗസൻ. പിന്നെ നമ്മളൊരു ഗ്രാമറിൽ പഠിച്ചിരുന്നു അഡ്ജക്റ്റീവ് മൗസിനൊന്ന് വിശേഷിപ്പിക്കുകയാണ്. എങ്ങനെയുള്ള മൗസാണ്? താസിജൻ, ഫ്രഷായിട്ടുള്ള. അപ്പോൾ അത് വായിക്കേണ്ടത് അക്കലൽ വലതു മൗസൻ താസിജൻ. 2 ഖറജ മുഹമ്മദൻ, മുഹമ്മദ് പുറപ്പെട്ടു. മുഹമ്മദുൻ എന്ന് പറയണം, കാരണം മുഹമ്മദ് അതിൻ്റെ ഫായിലാണ്. ഫായിലിനൊക്കെ ലമ്മാണ്, അഥവാ ക്രിയ ചെയ്യുന്ന ആൾ. മിന വന്നാൽ പിന്നെ വരുന്ന നൗണിൻ്റെ അവസാനം കസറിയാണ്. മിനൽ ബൈത്തി. ഇലായും അങ്ങനെ തന്നെയാണ്. പ്രിപ്പോസിഷൻസിൽ നമ്മൾ പഠിച്ചതാണ്. ഇലൽ മദ്രസത്തി. അപ്പം മിനൽ ബൈത്തി ഇലൽ മദ്രസത്തി, വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് മുഹമ്മദ് പുറപ്പെട്ടു. 3 അക്കലത്ത്, പാസ്റ്റ് വെർബിൻ്റെ ഫീമെയിൽ സിംഗുലർ അക്കലത്ത്, അവൾ തിന്നു. ഫാത്തിമത്തു ഫായിലാണ്, ഫാത്തിമത്തു എന്ന് പറയണം. എന്ത് തിന്നു? ഒബ്ജക്റ്റിന് എപ്പോഴും അവസാനം ഫത്ഹാണ്. തുഫാഹത്ത എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ശരിക്കുള്ള ആൻസർ അക്കലത്ത് ഫാത്തിമത്തു അത്തുഫാഹത്ത. അപ്പോൾ നമ്മൾ ശരിക്കിത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അർക്കത്തില്ലാത്തതെല്ലാം വായിക്കുവാൻ പറ്റും എന്നുള്ളതാണ് സത്യം. റബ്ബ് തആല ഇൽമ് കരസ്ഥമാക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നാഫിയായ പ്രയോജനം ചെയ്യുന്ന അറിവ് കരസ്ഥമാക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.